നമസ്കാരം. പി കെ ലേണിങ്സിൻ്റെ PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ 2020 വിവിധ പരീക്ഷകളിൽ PSC ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ പരിശോധിച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാർലമെൻറ്റ് വരെയുള്ള ചോദ്യങ്ങൾ 2020 എന്തൊക്കെ ചോദിച്ചു എന്നുള്ളത് പരിശോധിക്കുകയുണ്ടായി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് പാർലമെൻ്ററി കമ്മിറ്റികൾ, അതുപോലെ സുപ്രീം കോർട്ട്, ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഗവർണർ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഹൈക്കോർട്ട്, ട്രിബ്യൂണൽസ്, ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പാർലമെൻ്ററി കമ്മിറ്റീസ്, ഗവർണർ, ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഹൈക്കോർട്ട്, ട്രിബ്യൂണൽസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളിൽ നിന്ന് 2020 ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, പാർലമെൻ്ററി കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് 2020 ചോദിച്ച ചോദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇത് ചോദിച്ചിരിക്കുന്നത് KS പരീക്ഷയ്ക്കാണ്. 2020 നടന്ന KSൻ്റെ പ്രിലിംസിനാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. വിച്ച് പാർലമെൻ്ററി കമ്മിറ്റി examines the annual audit reports of the Controller and Auditor General of India which are laid down before the Parliament by President? അതായത് C&AG സബ്മിറ്റ് ചെയ്യുന്ന ഓഡിറ്റ് റിപ്പോർട്ട് രാഷ്ട്രപതി പാർലമെൻറ്റിൽ വയ്ക്കുവാൻ കാരണക്കാരനാകുന്നു. കോസ്റ്റ് ടു ബി ലെയ്ഡ് എന്നാണ് പറയുന്നത്. അതായത് പ്രസിഡൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നു, പ്രസിഡൻറ്റ് പാർലമെൻറ്റിൽ വയ്പ്പിക്കുന്നു, പാർലമെൻറ്റിന് മുന്നാകെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് C&AGയുടെ റിപ്പോർട്ട് വരുന്നു. അങ്ങനെ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന ഓഡിറ്റ് റിപ്പോർട്ട് C&AGയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഏത് കമ്മിറ്റിയാണ് എക്സാമിൻ ചെയ്യുന്നത്? ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്, പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇത് പരിശോധിക്കുന്നത്? ഓപ്ഷൻ നമുക്ക് നോക്കാം. കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് അല്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഓഡിറ്റുമായി എക്സാമിൻ ചെയ്യുന്നത്, ആ റിപ്പോർട്ട് എക്സാമിൻ ചെയ്യുന്നതാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റീസ് ഓൺ പേപ്പർ ലെയ്ഡ് ഓൺ ദ ടേബിൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഓരോ കമ്മിറ്റികളും ആൻസർ B ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് C&AG സബ്മിറ്റ് പാർലമെൻറ്റിന് മുമ്പാകെ വയ്ക്കുന്ന റിപ്പോർട്ട് പരിശോധിക്കുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനിൽ ഓരോ കമ്മിറ്റികളുടെയും ചുമതലകൾ എന്താണെന്നുള്ളത് പരിശോധിക്കാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. എക്സ്പ്ലനേഷനിലേക്ക് കിടക്കുകയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അപ്പോൾ ഈ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, മത്സര പരീക്ഷ അധിഷ്ഠിതമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ദിസ് കമ്മിറ്റി വാസ് സെറ്റപ്പ് ഫസ്റ്റ് ഇൻ 1921. 1921 ആദ്യമായി ഇത്തരത്തിലുള്ളൊരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അത് രൂപീകരിക്കുന്നത് ഒരു ആക്ടിൻ്റെ പിൻബലത്തിലാണ്. അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് എന്നറിയപ്പെടുന്ന 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രൊവിഷൻ പ്രകാരമാണ് 1921 ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആദ്യമായി രൂപീകരിക്കപ്പെടുന്നത്. അറ്റ് പ്രസൻറ്റ് നിലവിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ 22 അംഗങ്ങളാണുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിൻറ്റ്സുകളെല്ലാം നിങ്ങൾ ഈ എക്സ്പ്ലനേഷനിൽ കാണുന്ന പോയിൻറ്റ്സ് എല്ലാം മത്സര പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് സെറ്റപ്പ് ചെയ്തു, എന്ന് രൂപീകരിച്ചു, അത് ഏത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ് അത് രൂപീകരിക്കപ്പെട്ടത്, അതുപോലെ നിലവിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്, അതിൽ തന്നെ ടോട്ടൽ അംഗങ്ങളിൽ 22 അംഗങ്ങളാണെന്നുള്ളതും, ഈ 22 അംഗങ്ങളിൽ എത്ര പേർ ലോക്സഭയിൽ നിന്നും എത്ര പേർ രാജ്യസഭയിൽ നിന്നുമുള്ളത് നമ്മൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കുക. 15 പേർ ലോക്സഭയിൽ നിന്നും 7 പേർ രാജ്യസഭയിൽ നിന്നുമാണ്. ലോക്സഭയിൽ നിന്ന് 15, രാജ്യസഭയിൽ നിന്ന് 7, അങ്ങനെ 22 പേരാണ് നിലവിൽ. എന്താണ് ഈ കമ്മിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത്? ദ ഫംഗ്ഷൻ ഓഫ് ദ കമ്മിറ്റി ടു എക്സാമിൻ ദ ആനുവൽ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ വിച്ച് ആർ ലെയ്ഡ് ബിഫോർ ദ പാർലമെൻറ്റ് ബൈ ദ പ്രസിഡന്റ്. രാഷ്ട്രപതി മുഖാന്തിരം C&AG നൽകുന്ന റിപ്പോർട്ട് പാർലമെൻറ്റിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്നു. അത്തരത്തിലുള്ളൊരു ഓഡിറ്റ് റിപ്പോർട്ട് എക്സാമിൻ ചെയ്യുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഓക്കെ, ഇനി ഇതിൽ ഓപ്ഷനിലുള്ള മറ്റൊരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. ഞാൻ ആദ്യം ചോദ്യം വായിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത്. അത് സ്പെസിഫിക്കലി എക്സാമിൻ ദ റിപ്പോർട്ട്സ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആൻഡ് ദ CAG റിപ്പോർട്ട്സ് റിലേറ്റഡ് ടു ദം.
ഇന്ത്യയിലെ അതായത് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് CIAG തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് ആര് പരിശോധിക്കുന്നത്? കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. ആ പേരിൽ തന്നെ ഉണ്ട്. മറ്റത് പബ്ലിക് അക്കൗണ്ട്സ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉൾക്കൊള്ളുന്ന പബ്ലിക് അക്കൗണ്ട്സിൻ്റെ പരിശോധനയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കുന്നത്. ഇത് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് പരിശോധിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ്. ഇനി നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം തോന്നുന്നൊരു എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ചുമതല എന്താണെന്ന് സംശയം തോന്നുന്ന ഒരു കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിക്കിൾ 112 പ്രകാരം പാർലമെൻറ്റിൽ സമർപ്പിക്കുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബജറ്റ് എന്നറിയപ്പെടുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ വകുപ്പുകൾക്കും ആവശ്യമായിട്ടുള്ള അടങ്കൽ തുക ഇന്ന കാര്യങ്ങൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു പാലം പണിയുന്നതിൻ്റെ അടങ്കൽ തുക, അല്ലെങ്കിൽ റോഡ് പണിയുന്നതിന് അടങ്കൽ തുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ അടങ്കൽ എന്ന് പറയുന്നതിനാണ് നമ്മൾ എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്റിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ കാര്യങ്ങളിലേക്ക് വേണ്ട അടങ്കലുകൾ, അതിനെ നമ്മൾ എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. ആ എസ്റ്റിമേറ്റ്സുകൾ, ബജറ്റിലെ ആ എസ്റ്റിമേറ്റുകൾ പരിശോധിക്കുന്നതാണ്. ദ ഫങ്ഷൻ ഓഫ് ദ കമ്മിറ്റി ഈസ് ടു എക്സാമിൻ ദ എസ്റ്റിമേറ്റ്സിൻ്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത്, അടങ്കലുകൾ. ഇൻക്ലൂഡ് ഇൻ ദ ബഡ്ജറ്റ് ആൻഡ് സജസ്റ്റ് ഇക്കണോമിക്സ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. വ്യയം എന്നാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ മലയാളം എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ പൊതുവ്യയത്തിൽ ഒരു മിതത്വം പാലിക്കുന്നതിനാണ് എക്കണോമിക്സ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ. മനസ്സിലായല്ലോ? അതായത് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഒരു മിതത്വം കാണിക്കുന്നതിനുള്ള സജഷൻസ് നൽകുന്നതും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എസ്റ്റിമേറ്റ്സിൽ പല വകുപ്പിലും പല തുകകൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. അപ്പോൾ അത് അത്ര വേണോ, അത്ര വേണ്ട, ഇത്ര മതി എന്നുള്ള രീതിയിൽ പരിശോധിച്ച് തീരുമാനമെടുക്കുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റി. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, സജസ്റ്റ് ഇക്കണോമീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത കമ്മിറ്റി ഓൺ പേപ്പേഴ്സ് ലെയ്ഡ് ഓൺ ദ ടേബിൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞ സാധനം എന്തെന്നുള്ളതാണ്, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. അതായത് നിയമനിർമ്മാണ മണ്ഡലങ്ങൾ പേരൻ്റ് ആക്ട്, ബ്രോഡ് ഫ്രെയിംവർക്കുള്ള വിശാലമായിട്ടുള്ള ചട്ടക്കൂടുള്ള പേരൻ്റ് ആക്ട് അല്ലെങ്കിൽ മദർ ആക്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്, നിയമം മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊവിഷൻസ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള വ്യവസ്ഥകളൊന്നും തന്നെ ആക്റ്റിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അത് വീണ്ടും കൂടുതൽ എക്സിക്യൂട്ടീവ് ലെവലിൽ അത് പരിശോധിച്ച് മാത്രമേ അത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉൾക്കൊള്ളിക്കാൻ കഴിയുള്ളൂ. അതൊരിക്കലും നമുക്ക് ആക്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നിയമനിർമ്മാണ മണ്ഡലങ്ങളായിട്ടുള്ള പാർലമെൻ്റ് ആയാലും സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലങ്ങളായാലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ആയാലും മാതൃനിയമം ഉണ്ടാക്കുകയും അതിന്മേലുള്ള അല്ലെങ്കിൽ അത് പ്രകാരമുള്ള റൂളുകൾ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉൾക്കൊള്ളുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ആർക്ക് നൽകിയിരിക്കുന്നു? എക്സിക്യൂട്ടീവിന് നൽകിയിരിക്കുന്നു, കാര്യനിർവഹണ വിഭാഗത്തിന് നൽകിയിരിക്കുന്നു. അങ്ങനെ അധികാരം താഴേക്ക് നൽകിയിരിക്കുന്ന സംവിധാനത്തെ നിയമം നിർമ്മിക്കാനുള്ള, അല്ലെങ്കിൽ നിയമം നിർമ്മിച്ചിട്ട്, നിയമമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നിയമനിർമ്മാണ മണ്ഡലങ്ങൾ ലെജിസ്ലേച്ചേഴ്സ് നിയമങ്ങൾ നിർമ്മിച്ചിട്ട് അത് പ്രകാരമുള്ള നിയമങ്ങൾ പ്രകാരമുള്ള ചട്ടങ്ങൾ അല്ലെങ്കിൽ റൂളുകൾ ഫ്രെയിം ചെയ്യാനുള്ള അധികാരം എക്സിക്യൂട്ടീവിന് നൽകുന്നു. ഇതിനെയാണ് നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. നിയുക്ത നിയമനിർമ്മാണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയും. അപ്പോൾ ഇത്തരത്തിൽ എക്സിക്യൂട്ടീവുകൾ ഉണ്ടാക്കുന്ന റൂളുകൾ എന്താണ്, ആ നിയമമുണ്ടാക്കിയ നിയമനിർമ്മാണ മണ്ഡലത്തിൻ്റെ കൺകറൻസോടുകൂടി മാത്രമേ എന്നാൽ മാത്രമേ അത് സ്റ്റാറ്റ്യൂട്ടറി ആകത്തുള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് ആൻഡ് SRO എന്നൊക്കെ നമ്മൾ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, മേശപ്പുറത്ത് വയ്ക്കണം. ആരുടെ മേശപ്പുറത്ത് വയ്ക്കണം? ഈ നിയമനിർമ്മാണ മണ്ഡലങ്ങളുടെ മേശപ്പുറത്ത് വയ്ക്കണം. അതിനെയാണ് നമ്മൾ പേപ്പേഴ്സ് ലെയ്ഡ് ഓൺ ദ ടേബിൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള നിയുക്ത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വയ്ക്കണം. പിന്നെ മറ്റ് റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സഭയുടെ മുന്നിൽ ഹാജരാക്കുന്നു. അത് ഈ നിയുക്ത നിയമനിർമ്മാണം ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാകാം, പിന്നെ മറ്റേത് റിപ്പോർട്ടാകാം. അപ്പോൾ സഭയുടെ മുമ്പാകെ സഭയുടെ കൺകറൻസിന് വേണ്ടി വെക്കുന്ന കാര്യങ്ങളാണ് പേപ്പേഴ്സ് ലെയ്ഡ് ഓൺ ടേബിൾ എന്ന് പറയുന്നത്. ഇറ്റ് എക്സാമിൻസ് ഓൾ പേപ്പേഴ്സ് ലെയ്ഡ് ഓൺ ദ ടേബിൾ ഓഫ് ദ ഹൗസ് ബൈ മിനിസ്റ്റേഴ്സ് ടു വെദർ എനി കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ റിലേറ്റഡ് ആക്ട് ഓർ റൂൾ. ഓക്കെ,
അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ പേപ്പർ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന പേപ്പർ ഭരണഘടന അനുസൃതമായിട്ടാണോ, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും മദർ ആക്ട് ഉണ്ടെങ്കിൽ ആ മദർ ആക്ടിന് അനുസൃതമായിട്ടാണോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എവിടെ വയ്ക്കുന്നത്, നിയമനിർമ്മാണ മണ്ഡലത്തിൻ്റെ മേശപ്പുറത്ത് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള പേപ്പറുകൾ പരിശോധിക്കുന്ന കമ്മിറ്റിയാണ് നമ്മൾ കമ്മിറ്റി ഓൺ പേപ്പേഴ്സ് ലൈഡ് ഓൺ ദ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തുമാകാം. ഇപ്പം നിയുക്ത നിയമനിർമ്മാണം പ്രകാരമുള്ള റൂള് തന്നെ ആവണമെന്നില്ല, മനസ്സിലായല്ലോ. ഇറ്റ് എക്സാമിൻസ് ഓൾ ദ പേപ്പേഴ്സ്. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ, കാരണം ഈ കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞ് മറ്റൊരു കമ്മിറ്റി പാർലമെൻറ്റിനുണ്ട്, കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. അപ്പോൾ അതുകൊണ്ട് ഈ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ്റെ മിക്കതും ആ കമ്മിറ്റി ആയിരിക്കും പരിശോധിക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ഇവിടെ ഏത് പേപ്പറും പരിശോധിക്കും, പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് എന്താണ്, വെദർ, അതായത് ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന കാര്യം ദേ കംപ്ലൈ വിത്ത് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ദ റിലേറ്റഡ് ആക്ട് ഓർ റൂൾ. ആ കാര്യം മേശപ്പുറത്ത് എന്താണോ വെച്ചിരിക്കുന്നത് അത് ഭരണഘടനയ്ക്ക് വിധേയമാണോ, അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമാണോ എന്ന് പരിശോധിക്കുന്ന കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പേപ്പേഴ്സ് ലൈഡ് ഓൺ ദ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യം എന്താണെന്ന് പരിശോധിക്കാം. ആസ് പെർ ക്ലോസ് 3 ഓഫ് ആർട്ടിക്കിൾ 145 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, 145 പ്രകാരം 145ൻ്റെ ക്ലോസ് 3, 145 എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ഷാൽ ബി ഡിസൈഡഡ് ബൈ എ ബെഞ്ച് കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് ലെസ് ദാൻ 5 ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോടതി. അതായത് സുപ്രീം കോടതിയുടെ പ്രാക്ടീസ്, പ്രവർത്തന രീതിയും അവരുടെ ഫങ്ഷനിങ്ങും അല്ലെങ്കിൽ അവരുടെ പ്രൊസീജിയർ, നടപടിക്രമങ്ങളും. അപ്പോൾ അവിടെ പ്രവർത്തന രീതിയും നടപടിക്രമങ്ങൾ, അവിടെ പ്രാക്ടീസ് എങ്ങനെ ആയിരിക്കണം, അവരുടെ പ്രവർത്തന രീതി, സുപ്രീം കോടതിയുടെ പ്രവർത്തന രീതി എങ്ങനെ ആയിരിക്കണം, അവരുടെ പ്രൊസീജിയർ, നടപടിക്രമം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 145. അപ്പോൾ ഈ 145 പ്രകാരം എന്താണ്, 145 വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ക്ലോസ് 3 പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാ സംബന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു ഒരു ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ആണ് മുന്നിലുണ്ടെങ്കിൽ, മനസ്സിലായല്ലോ, ഭരണഘടനാ സംബന്ധമായിട്ട് ഒരു ചോദ്യം മുന്നിലുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് സുപ്രീം കോടതി നടത്തുന്നുണ്ടെങ്കിൽ, ഈ ക്ലോസ് 3 കൃത്യമായി പറയുന്നുണ്ട് അതിന് മിനിമം എത്ര ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ച് ഉണ്ടായിരിക്കണമെന്നാണ്. 5 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ച് ആയിരിക്കണം ഭരണഘടനാ കേസുകൾ എന്നാണ് നമ്മൾ പറയുന്നത്, ഭരണഘടനാ കേസുകൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഞാനീ പറഞ്ഞത് നിങ്ങൾ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻസർ എന്താണ്? കേസസ് ഇൻവോൾവിംഗ് സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ആസ് ടു ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന വ്യാഖ്യാനിക്കുന്നതുമായി ബന്ധപ്പെട്ട സാരവത്തായ നിയമപ്രശ്നം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മുമ്പാകെ വരികയാണെങ്കിൽ നമുക്ക് കൊളോക്കിയലി നമുക്കെന്ന് പറയാം ഭരണഘടനാ കേസുകളെന്ന് പറയാം, മനസ്സിലായല്ലോ. അത്തരത്തിലുള്ള ഭരണഘടനാ കേസുകൾ എന്താണ്, 5 ജഡ്ജിമാരിൽ കുറയാത്ത ജഡ്ജിമാരായിരിക്കണം ആ കേസ് വാദം കേൾക്കേണ്ടത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 145 ക്ലോസ് 3 അപ്പോൾ ആൻസർ ബി. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ആൻസർ ബി ആണ്. ആർട്ടിക്കിൾ 145 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്രാൻഡ് ദ സുപ്രീം കോർട്ട് ദ പവർ ടു മേക്ക് റൂൾസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സുപ്രീം കോടതിക്ക് ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 145 കൊടുത്തിരിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ? ഫോർ റെഗുലേറ്റിംഗ് ഇറ്റ്സ് പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ. സുപ്രീം കോടതിയുടെ തന്നെ എന്താണ് പ്രവർത്തനം, അതിൻ്റെ പ്രവർത്തന രീതി അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമം, പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ, ഇത് ക്രമപ്പെടുത്തുന്നതിനായി ഇത് ഇന്ന രീതിയിൽ വേണം, ഇന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ഇന്ന കാര്യങ്ങളായിരിക്കണം, ഇന്ന കാര്യങ്ങൾ ഇന്ന നടപടിക്രമങ്ങൾ പാലിച്ചായിരിക്കണം സുപ്രീം കോടതിയിൽ വാദം കേൾക്കപ്പെടേണ്ടത് എന്നുള്ള രീതിയിലുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 145 നൽകിയിട്ടുണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ 145 എടുത്ത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ആ 145ൻ്റെ ക്ലോസ് 3 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മുകളിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഒരു ഭരണഘടനാ സംബന്ധമായിട്ടുള്ള അതല്ലെങ്കിൽ ഭരണഘടനാ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട ഒരു സാരവത്തായ ഒരു നിയമപ്രശ്നമാണ് സുപ്രീം കോടതിയുടെ മുന്നിലുണ്ടെങ്കിൽ അത് സബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞാൽ സാരവത്തായ, അപ്പോൾ അത് 5 ജഡ്ജിമാരിൽ കുറയാത്ത ബെഞ്ചായിരിക്കണം അത് വാദം കേൾക്കേണ്ടത്. ക്ലോസ് 3 സ്പെസിഫിക്കലി ഡിഫൈൻ ദ മിനിമം നമ്പർ ഓഫ് ജഡ്ജസ് റിക്വയർഡ് ഫോർ സ്പെസിഫിക് ടൈപ്പ് ഓഫ് കേസസ് ഓഫൻ റെഫേർഡ് ടു ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്
ഇവിടെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല അവിടെ പറയുന്നത്. എനി കേസ്, അതായത് 145(3) പ്രകാരം മിനിമം 5 ജഡ്ജ് വേണ്ട കേസുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാം. എനി കേസ് ഇൻവോൾവിങ് എ സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ആസ് ടു ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻ്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഭരണഘടനാ കേസുകളെന്നാണ് അങ്ങനെയുള്ള കേസുകളെ പറയുന്നത്. അത് കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഏതെന്നറിയാമോ നിങ്ങൾക്ക്? ആർട്ടിക്കിൾ 143 പ്രകാരമുള്ള അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, അതായത് പ്രസിഡൻഷ്യൽ റെഫറൻസ് അല്ലേ, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് രാഷ്ട്രപതിക്ക് മുന്നിൽ വരികയാണെങ്കിൽ അതിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായുന്നതിനായി 143 പ്രകാരം പ്രസിഡൻഷ്യൽ റെഫറൻസ്, പ്രസിഡന്റ് റെഫർ ചെയ്യും ആ കേസ് സുപ്രീം കോടതിക്ക്. അപ്പോൾ സുപ്രീം കോടതി അതിൽ വാദമൊക്കെ കേട്ടിട്ട് അതിലെന്ത് ചെയ്യും? സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് ഒരു ഉപദേശം നൽകും. അതിനാണ് നമ്മൾ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഉപദേശിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക്, അങ്ങനെ ഒരു അധികാര പരിധി സുപ്രീം കോടതിക്കുണ്ട് ആർട്ടിക്കിൾ 143 പ്രകാരം. അപ്പോൾ ഇങ്ങനെ പ്രസിഡൻഷ്യൽ റെഫറൻസ് കൊടുക്കുന്ന കേസുകളിലും എന്താണ്, എനി ഹിയറിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ഗിവിംഗ് ആൻ ഒപ്പീനിയൻ ഓൺ എ പ്രസിഡൻഷ്യൽ റെഫറൻസ് മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 143 പ്രകാരമുള്ള പ്രസിഡൻഷ്യൽ റെഫറൻസിനും ഈ 5 ജഡ്ജിമാരിൽ കുറയാത്തൊരു ബെഞ്ചായിരിക്കണം അത് വാദം കേൾക്കേണ്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും പറയുന്നത് 145(3) എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് KS ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഗവർണർ. ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട് അടുത്ത് 2020 ചോദിച്ച ചോദ്യമാണ്. എന്താണ് ഗവർണറുമായി ബന്ധപ്പെട്ട് ചോദിച്ചതെന്ന് പരിശോധിക്കാം. ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ പോലീസ് കോൺസ്റ്റബിൾ, +2 ലെവൽ പരീക്ഷ പോലീസ് കോൺസ്റ്റബിൾ ചോദിച്ച ചോദ്യമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാ? എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എന്ന സ്റ്റേറ്റ് അല്ല, സംസ്ഥാനം എന്ന് പറയുന്ന സ്റ്റേറ്റാണ്. സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് മലയാളം, ഇംഗ്ലീഷ്. കാര്യനിർവഹണ വിഭാഗം മലയാളവും എക്സിക്യൂട്ടീവ് ഇംഗ്ലീഷും. ഇതിൻ്റെ തലവൻ ആരാണ്? ഇതിൻ്റെ തലവൻ വളരെ കൃത്യമായി ഭരണഘടനയിൽ പറയുന്നുണ്ട്. ആൻസർ ഞാനിപ്പോൾ പറയാം, ഗവർണറാണ്. അല്ലേ? എവിടെ പറയുന്നത്? ഭരണഘടനയുടെ അനുച്ഛേദം 154 പ്രകാരം 154 വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒരു സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഗവർണറിൽ നിക്ഷിപ്തമാണ്. മനസ്സിലായല്ലോ? ഇതുപോലെ തന്നെയാണ് രാഷ്ട്രപതി. രാഷ്ട്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം ആരിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ രാഷ്ട്രപതിയെ സംബന്ധിച്ച് അത് ഏത് ആർട്ടിക്കിളിലാണെന്ന് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഗവർണറെ സംബന്ധിച്ച് 154 എന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രപതിയെ സംബന്ധിച്ച് യൂണിയൻ്റെ, മനസ്സിലായല്ലേ, യൂണിയൻ്റെ, രാഷ്ട്രത്തിൻ്റെ നമ്മൾ പറയുന്നത് ബ്രോഡായിട്ട് പറയുന്നത് തെറ്റാണ്. കറക്റ്റ് ഭരണഘടന യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം എന്നാണ് പറയുന്നത്. യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ, അനുച്ഛേദം ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ 154 സമാനമായ ഒരു ആർട്ടിക്കിൾ രാഷ്ട്രപതിക്കുണ്ട്. യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെന്ന് വ്യക്തമാക്കുന്ന ആ അനുച്ഛേദം അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, ഏതാണ് ആർട്ടിക്കിൾ എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്, ചോദിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ തലവൻ ഗവർണറാണ്. എന്നാൽ സംസ്ഥാനത്തെ യഥാർത്ഥ തലവൻ എന്ന് പറയുന്നത് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. കാരണം നമ്മൾ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ് നമ്മൾ യൂണിയൻ ഗവൺമെൻറ്റിലായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായാലും നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെ, ബ്രിട്ടൻ്റെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? അത് യൂണിയനെ സംബന്ധിച്ച് പ്രൈം മിനിസ്റ്ററും സംസ്ഥാനത്തെ സംബന്ധിച്ച് ചീഫ് മിനിസ്റ്ററുമാണ് റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത്. മറ്റതെന്താണ്? ഒരു നോമിനൽ, നാമമാത്രമായിട്ടുള്ളതാണ് രാഷ്ട്രപതി. യൂണിയനെ സംബന്ധിച്ച് രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡാണ്. നോമിനൽ, നാമമാത്രമായ, പേരിന് മാത്രമേ ഉള്ളൂ. അവർ റിയൽ എക്സിക്യൂട്ടീവ് അല്ല, റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് അല്ല. മനസ്സിലായല്ലോ? സംസ്ഥാനത്തെ സംബന്ധിച്ച് റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് ഗവർണറും, റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് ചീഫ് മിനിസ്റ്ററും നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡ് ഗവർണറുമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ഭരണത്തലവൻ മുഖ്യമന്ത്രിയാണ്. മനസ്സിലായല്ലോ? യഥാർത്ഥ ഭരണത്തലവൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? എന്നാൽ ഭരണഘടനാപരമായിട്ടുള്ള, അതാണല്ലോ കാര്യം, ഭരണഘടനാപരമായിട്ടാണ് ഗവർണർ തലവനായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ. പക്ഷേ കാര്യങ്ങളോട് അടുക്കുമ്പോൾ യഥാർത്ഥ ഭരണത്തലവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CM ആണ്. യൂണിയനെ സംബന്ധിച്ച് യഥാക്രമം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഞാൻ ആ പറഞ്ഞ ആർട്ടിക്കിൾ നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ?
വളരെ നല്ല ചോദ്യമാണ്. മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ ചോദിച്ച ചോദ്യമാണ്, ഗവർണറുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. അതായത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഗവർണറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ട്രൂ നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അതങ്ങ് വട്ടമിടുക. നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോട്ട് ട്രൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ടിക്കിടണ്ട, ഇവിടെ ടിക്കിടാം. അപ്പോയിൻമെൻറ്റ് ഓഫ് ദ സെയിം പേഴ്സൺ ആസ് എ ഗവർണർ ഫോർ 2 or more സ്റ്റേറ്റ് ഈസ് പോസിബിൾ. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. അത് പോസിബിളാണ്. അത് അമെൻമെൻറ്റിലൂടെ ചേർത്തതാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ. അത് ഏത് ആർട്ടിക്കിളിൽ ഏത് അമെൻമെൻറ്റിലൂടെ ചേർത്തു എന്നുള്ളത് നമുക്ക് എക്സ്പ്ലനേഷനിൽ പരിശോധിക്കാം. അത് ശരിയാണ്. എ ഗവർണർ ആക്ട് ആസ് ആൻ ഏജൻറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് ഒരു ഏജൻ്റ് ആയിട്ടാണ് ഗവർണർ ആക്ട് ചെയ്യുന്നത്. ശരിയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഏജൻ്റാണ്, ഒരു സംശയമില്ല, അതും ശരിയാണ്. എ ഗവർണർ ഈസ് എ നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ചോദ്യത്തിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഗവർണർ എന്ന് പറയുന്നത് ടൈറ്റുലാർ ഹെഡാണ്, അല്ലെങ്കിൽ നാമമാത്രമായിട്ടുള്ളൊരു ഹെഡാണ്. നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡാണ് സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അതും ശരിയാണ്. ദ ഓഫീസ് ഓഫ് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇസ് ആൻ എംപ്ലോയ്മെൻറ്റ് അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒരു ജീവനമാണോ? മനസ്സിലായല്ലോ. എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനം, ഒരു ജീവനക്കാരൻ. മനസ്സിലായല്ലോ. ഇപ്പോൾ എംപ്ലോയി ജീവനക്കാരൻ, എംപ്ലോയ്മെൻറ്റ് ജീവനം. അതായത് നമ്മളൊക്കെ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നത് പോലെ ഗവർണർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉള്ളൊരു എംപ്ലോയി ആണോ എന്നുള്ളതാണ്. ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഒരു എംപ്ലോയ്മെൻ്റ് ആണോ എന്നുള്ളതാണ് പറയുന്നത്. ആണ് എന്നുള്ളതാണ് ഡി പറയുന്നത്. തെറ്റാണ്. എംപ്ലോയി ഒന്നുമല്ല ഗവർണർ. മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് തെറ്റ്. അപ്പോൾ ആൻസർ ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ദ കോർട്ട് ഹെൽഡ്, ഒരു കേസിൽ വളരെ കൃത്യമായി, ഹർ ഗോവിന്ദ് പന്ത് വേഴ്സസ് രാഹുൽ തിലക് കേസ് 1979. ഇതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും വലിയ പരീക്ഷയിൽ കയറി ചോദിച്ചിരിക്കണ്ട ഈ കേസ് ഏതാണെന്നുള്ളത്. ഹർ ഗോവിന്ദ് പന്ത് വേഴ്സസ് രഘുകുൽ തിലക് കേസ്. രഘുകുൽ അങ്ങനെയാണ് പറയാം നമുക്ക്. ഹർ ഗോവിന്ദ് പന്ത് വേഴ്സസ് രഘുകുൽ തിലക് കേസ് 1979. ഈ കേസിൽ എന്താ പറഞ്ഞത്? കോടതി എന്താ പറഞ്ഞത്? ഓഫീസ് ഓഫ് ദ ഗവർണർ ഇസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ്. സ്വതന്ത്രമായിട്ടുള്ളൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതെന്തല്ല, ആൻഡ് ഇസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഓർ സബോർഡിനേറ്റ് ടു സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് കീഴിലൊരു ജീവനം, അതായത് എംപ്ലോയ്മെൻ്റ് ഒന്നുമല്ല. അത് ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു എംപ്ലോയ്മെൻ്റ് അല്ല, മറിച്ച് സ്വതന്ത്രമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമാണെന്ന് ഈ കേസിൽ കോടതി പറയുകയുണ്ടായി. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഇതെന്താണെന്ന് പരിശോധിക്കാം. വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന്. അണ്ടർ ദ 7th, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അണ്ടർ ദ 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഓഫ് ആക്ട് ഓഫ് 1956, 1956 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നിങ്ങൾ ഈ ആർട്ടിക്കിൾ 153 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ടല്ലോ, അതെടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ തൊട്ട് താഴെ കാണാം. ആ ആർട്ടിക്കിളിൻ്റെ താഴെ ആഡ് ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 153 എന്ന് പറയുന്നത് ഗവർണറെ സംബന്ധിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. അവിടെ താഴെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറെ സംബന്ധിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 153 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. 153 മുതലാണ് ഗവർണർ തുടങ്ങുന്നത്. ആ 153-ൽ താഴെ പറഞ്ഞിട്ടുണ്ട് ഈ 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത വ്യവസ്ഥ എന്താണെന്നുള്ള. വ്യവസ്ഥ ഇത്ര മാത്രമാണ്: ഇറ്റ് ഈസ് പോസിബിൾ ടു അപ്പോയിൻറ്റ് ദ സെയിം പേഴ്സൺ ആസ് എ ഗവർണർ ഫോർ 2 or more സ്റ്റേറ്റ്. 2 or 2-ലധികം സംസ്ഥാനങ്ങളുടെ ഗവർണറായി ഒരാളെ തന്നെ നിയമിക്കാനായിട്ട് ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 153-ൽ. മനസ്സിലായല്ലോ. അത് അങ്ങനെ ഒരു വ്യവസ്ഥ കൂട്ടിച്ചേർത്ത വ്യവസ്ഥയോടെ നമ്മൾ അറിഞ്ഞിരിക്കുക. 7ാം ഭരണഘടനാ ഭേദഗതി 1956 അതിലാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. ദ ഗവർണർ ഇസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഗവർണർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡാണ്. പക്ഷേ നോമിനലാണ്. നാമമാത്രമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള തലവനാണ്. നാമമാത്രമായിട്ടുള്ള തലവനാണ്. പക്ഷേ യഥാർത്ഥ ഭരണത്തലവൻ എന്ന് പറയുന്നത് CM ആണ്. ഓക്കെ. But like the president, he or she is a nominal executive head, titular or constitutional head. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡ് ആണ്. ടൈറ്റുലർ, പേരിൽ മാത്രം. കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ തലവനാണ്. ദ ഗവർണർ ആൾസോ ആക്ട് ആസ് ദ ഏജൻറ്റ്. സെൻട്രൽ ഗവൺമെൻറ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ. സംസ്ഥാനത്തെ അഫേഴ്സൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കുക എന്നുള്ള ചുമതലയോടുകൂടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെയർഫോർ ദ ഓഫീസ് ഓഫ് ഗവർണർ ഹാസ് എ ഡ്യുവൽ റോൾ. മനസ്സിലായല്ലോ. ഒരു ഡ്യുവൽ റോളുണ്ട്. ഡ്യുവൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ തലവനാണ്, മീൻസ് സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡാണ്. അത് നോമിനലാണെങ്കിൽ പോലും എക്സിക്യൂട്ടീവ് ഹെഡാണ്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരിക്കലും അത് സെൻട്രൽ ഗവൺമെൻറ് സബോർഡിനേറ്റ് ആയിട്ടുള്ള, സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ഒരു ജീവനം, അതായത് എംപ്ലോയ്മെൻറ്റ്, അത്തരത്തിലൊരു എംപ്ലോയിയും അല്ല. ഇറ്റ്സ് എ
കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അല്ലെങ്കിൽ ഒരു പൊസിഷനാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ് ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് 2020 ഏത് ചോദ്യമാണ് ചോദിച്ചത് നോക്കാം നമുക്ക്. ഹൗ മെനി മെമ്പേഴ്സ് ആർ എലക്റ്റഡ് ടു കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, റെഫ്രിജറേഷൻ മെക്കാനിക് ഹെൽത്ത് സർവീസിനാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പേരെയാണ് കേരള സംസ്ഥാന നിയമസഭയിൽ നമ്മൾ എലക്റ്റ് ചെയ്യപ്പെടുന്നത്? ഇപ്പോൾ ഇലക്ഷനൊക്കെ വരികയാണല്ലേ, അപ്പോൾ എത്ര പേരെയാണ് നമ്മൾ എലക്ട് ചെയ്യാൻ പോകുന്നത്? കേരള നിയമസഭയുടെ അംഗസംഖ്യ എത്രയാണ് മെമ്പേഴ്സ്? നിങ്ങൾക്കറിയാം, 140. 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് 140 MLA-മാരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ നിന്ന്, അല്ലേ, കേരളത്തിൻ്റെ നിയമസഭയിലേക്ക്. അപ്പോൾ എന്താണ് അതിൻ്റെ മറ്റ് പ്രൊവിഷൻസ് എന്ന് പരിശോധിക്കുക. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി കൺസിസ്റ്റ് ഓഫ് 140 ഇലക്റ്റഡ് മെമ്പേഴ്സ് റെപ്രസെൻറ്റിംഗ് 140 കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 140 നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് 140 MLA-മാരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നേരത്തെ. അതായത് പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ 2020 വരെ എന്ന് പറഞ്ഞാൽ 2019 104-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലങ്ങളിലെ ആംഗ്ലോ ഇന്ത്യനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സംസ്ഥാനങ്ങളിലാകുമ്പോൾ ഗവർണർ, ലോക്സഭയിലാകുമ്പോൾ അത് പ്രസിഡൻ്റായിരുന്നു. പക്ഷേ ആ ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ എന്ന് പറയുന്നത് അത് നിർത്തലാക്കി. 104 ഭരണഘടനാ ഭേദഗതി 2019 എഫക്റ്റ് 2020 മുതലാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന് മുന്നേ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി കൂടെ ഉണ്ടായിരുന്നു. അതുവരെ 141 പേരുണ്ടായിരുന്നു. 140 പേരെ നമ്മൾ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു, ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നു ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ നിന്ന്. പക്ഷേ 2019 104-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇത്തരത്തിലുള്ള നോമിനേഷൻ അത് ലോക്സഭയിലും നിർത്തലാക്കി, സംസ്ഥാന നിയമസഭകളിലും നിർത്തലാക്കി. അതിൻ്റെ ഭാഗമായി 2020 മുതൽ നമുക്ക് 140 MLA-മാരേ ഉള്ളൂ, 140 അംഗങ്ങളെ കേരള നിയമസഭയിലുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ട വളരെ മനോഹരമായ മറ്റൊരു ചോദ്യം. ഇത് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതേ ഫോർമാറ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടും കേരള PSC ചോദിക്കാറുണ്ട്. എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓഫ് ഇന്ത്യൻ യൂണിയൻ കൺസിസ്റ്റ് ഓഫ്? ഇന്ത്യൻ യൂണിയൻ്റെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ ഉൾപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 79 പ്രകാരം നമുക്കറിയാം പാർലമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർലമെൻറ്റാണ് ആർട്ടിക്കിൾ 79 പറയുന്നത്. ഈ 79 വളരെ കൃത്യമായി പറയുന്നുണ്ട്, രാജ്യസഭ, അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, ലോക്സഭ എന്ന് പറയുന്ന ഹൗസ് ഓഫ് പീപ്പിൾ പ്ലസ് പ്രസിഡൻറ്റ്, ഇത്രയും പേര് ചേർന്നതാണ് പാർലമെൻറ്റ് നമ്മൾ പറയുന്നത്. കാരണം പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് യൂണിയൻ ലെജിസ്ലേച്ചർ. കാരണം പ്രസിഡൻറ്റും കൂടെ ഇരു സഭകളും ഒരു ബില്ല് പാസ്സാക്കിയാൽ പോലും ആ ബില്ല് നിയമമായി മാറണമെങ്കിൽ ആർട്ടിക്കിൾ 111 പ്രകാരം രാഷ്ട്രപതി അതിന് അനുമതി നൽകിയാൽ മാത്രമേ, അസെൻറ്റ് ടു ബിൽസ് എന്നാണ് നമ്മൾ പറയുന്നത്, മാത്രമേ അതെന്തായി മാറുള്ളൂ, അത് ആക്റ്റായി മാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെന്ത് ഈ പാർലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭ, രാജ്യസഭ, പ്രസിഡൻറ്റ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ഇത് പരിശോധിച്ച് നോക്കിയാൽ ഇതിൽ ഏതൊക്കെയാണ്? ഗവർണർ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇഫ് ദർ ഈസ് വൺ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ഇപ്പോൾ ഈ സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലങ്ങളെ സംബന്ധിച്ച് എല്ലാ സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലങ്ങൾക്കും പാർലമെൻറ്റ് പോലെ ഇരുസഭകളല്ല, ബൈ ക്യാമറ ലെജിസ്ലേച്ചർ അല്ല, പലതും യുണീക്ക് ക്യാമറ ലെജിസ്ലേച്ചറാണ്. വളരെ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ബൈ ക്യാമറ ലെജിസ്ലേച്ചർ ഉള്ളൂ. അത് നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനിൽ പരിശോധിക്കാം. ഇപ്പോൾ നമ്മളെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ യൂണീക്ക് ക്യാമറ ലെജിസ്ലേച്ചറാണ്. നമ്മൾ ഏക മണ്ഡലമുള്ള നിയമനിർമ്മാണ മണ്ഡലമാണ്, മനസ്സിലായല്ലോ, ഏകസഭയാണ്, മനസ്സിലായല്ലോ. നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടെങ്കിൽ അതും കൂടെ. അപ്പോൾ ഗവർണർ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇഫ് ദർ ഈസ് വൺ. അതാണോ ശരി? ഇതിൽ വേറെ എവിടെയെങ്കിലും ഗവർണർ കാണുന്നുണ്ടോ? ഗവർണർ കൂടെ വന്നാലേ എന്ത് ചെയ്തുള്ളൂ, അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നമുക്ക് പറയാൻ കഴിയുള്ളൂ. വേറെ ഒന്നിനും തന്നെ ഗവർണർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ പരിശോധിക്കാം. ആൻസർ എ, അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 168, 168 സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ച് പറയുന്നത്. ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കൺസിസ്റ്റ് ഓഫ് ദ ഗവർണർ, ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ദാറ്റ് മീൻസ് വിധാൻ സഭ, ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, വിധാൻ പരിഷത്ത്, ഇൻ സ്റ്റേറ്റ് വേറെ ബൈ ക്യാമറ ലെജിസ്ലേച്ചർ എക്സിസ്റ്റ്. ബൈ ക്യാമറ ലെജിസ്ലേച്ചർ ഉള്ള, അതായത് ഇരു സഭകളുള്ള ഒരു നിയമനിർമ്മാണ മണ്ഡലമുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് അതും കൂടെ വരും. നമ്മളെ സംബന്ധിച്ച് അത് വരത്തില്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ലെജിസ്ലേച്ചർ ആരൊക്കെ ഉൾക്കൊള്ളുന്നു വെച്ചാൽ ഗവർണറും ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ടുള്ള വിധാൻസഭയുമേ ഉള്ളൂ.
മനസ്സിലായല്ലോ. പക്ഷേ ഇപ്പോൾ ആന്ധ്ര, തെലങ്കാന, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ, മധ്യപ്രദേശ്, യു പി ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, യൂണിക് ക്യാമറലല്ല, ബൈ ക്യാമറലാണ്. അവിടെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ വിധാൻ പരിഷത്ത് ഇവിടെ വരും അല്ലേ. സം സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഹാവ് ഓൺലി വൺ ഹൗസ്, ദാറ്റ് ഇസ് ഓൺലി ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി അലോങ് വിത്ത് ദ ഗവർണർ. In states with the two houses, both the legislative assembly and the legislative council function together with the governor. റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായിട്ടുള്ള ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, തമിഴ്നാടിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്, പിന്നെ പോയി, അങ്ങനെയൊക്കെയാണ്. തമിഴ്നാടിന് ഇപ്പോൾ നിലവിലില്ല, മനസ്സിലായോ. തമിഴ്നാടിൻ്റെ കഥ എങ്ങനെയാണ്, മനസ്സിലായല്ലോ. തമിഴ്നാടിന് ഇപ്പോൾ എന്തായാലും ബൈക്യാമറലല്ല, യൂണിക് ക്യാമറലാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ ബൈക്യാമറലാണ്. ആന്ധ്രാപ്രദേശും അത് സ്പ്ലിറ്റ് ചെയ്ത് വന്ന തെലങ്കാനയും അതുപോലെ കർണാടകയും. കേരളവും തമിഴ്നാടും ഇല്ല. ബാക്കി 3 സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളും എന്താണ്, ബൈക്യാമറൽ ലെജിസ്ലേച്ചറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മധ്യപ്രദേശുണ്ട്, മനസ്സിലായല്ലോ. സോറി, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. നേരത്തെ ടങ് സ്ലിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ മധ്യപ്രദേശല്ല, മഹാരാഷ്ട്രയാണ് മനസ്സിൽ വന്നത്. പറഞ്ഞപ്പോൾ മധ്യപ്രദേശ് എന്നായിപ്പോയതാണ്, മഹാരാഷ്ട്ര, മനസ്സിലായല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടും അത് ടങ് സ്ലിപ്പാണ്. മഹാരാഷ്ട്ര, അത് കഴിഞ്ഞാൽ യു പി, ഉത്തർപ്രദേശ്, പിന്നെ ബീഹാർ. ഈ 6 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ബൈക്യാമറൽ ലെജിസ്ലേച്ചറുള്ളത്. ചോദിക്കും കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. ഏതെങ്കിലും പരീക്ഷ ചോദിക്കാം, താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ളത്, അല്ലെങ്കിൽ സഭകളുള്ള നിയമനിർമ്മാണ മണ്ഡലമുള്ള സംസ്ഥാനങ്ങൾ ഏതാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള 3 സംസ്ഥാനങ്ങൾ, കേരളം തമിഴ്നാട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആന്ധ്ര സ്പ്ലിറ്റ് ചെയ്ത് വന്ന തെലങ്കാന, ദെൻ കർണാടക, ദെൻ മഹാരാഷ്ട്ര, ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ്. അപ്പോൾ ഇത് വളരെ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. 2020 ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യം എന്താണ്? ലക്ഷദ്വീപിൻ്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? അപ്പോൾ നമുക്ക് ഹൈക്കോടതികൾ എന്താണ്, ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ഹൈക്കോടതി വേണമെന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. പക്ഷേ അതേ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്, പാർലമെൻറ്റിന് എന്താണ് നിയമം വഴി ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ജൂറിസ്ഡിക്ഷൻ കൊണ്ടുവരാൻ കഴിയും, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ഹൈക്കോടതിയായിട്ടുള്ള എറണാകുളത്താണല്ലോ നമ്മുടെ കേരള ഹൈക്കോടതി. ഈ ഹൈക്കോടതിയുടെ കീഴിലാണ് ഏത് യൂണിയൻ ടെറിട്ടറിയുടെ ജൂറിസ്ഡിക്ഷൻ വരുന്നത്? ലക്ഷദ്വീപിൻ്റെ. അപ്പോൾ ആൻസർ എന്താണ്? കേരളം. ഓക്കെ. അപ്പോൾ ആൻസർ നമുക്ക് പരിശോധിക്കാം. ആൻസർ ഡി, കേരളം. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേരള ഹൈക്കോടതിയാണ്. എറണാകുളത്താണ് ഈ കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 214 ഹൈക്കോടതിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 214. ഈ 214 വരെ ഓരോ സംസ്ഥാനത്തിനും ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കണം. പക്ഷേ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, പാർലമെൻറ്റിന് നിയമം വഴി 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കോ വേണ്ടി ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാവുന്നതാണ്. അപ്പോൾ 214 പ്രകാരം ഓരോ സംസ്ഥാനങ്ങളിലും ഒരു ഹൈക്കോടതി ഉണ്ടായിരിക്കേണ്ടതാണെന്ന് പറയുന്നെങ്കിൽ പോലും ഭരണഘടനയിൽ തന്നെ വ്യവസ്ഥയുണ്ട്. എന്താണ്? പാർലമെൻറ്റിന് നിയമം വഴി 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാവുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ലക്ഷദ്വീപിൻ്റെ ജൂറിസ്ഡിക്ഷൻ കേരള ഹൈക്കോടതിക്ക് ലഭിച്ചിരിക്കുന്നത്. അധികാരപരിധി കേരള ഹൈക്കോടതിക്കാണ്. ഓക്കെ. നിലവിൽ ഇന്ത്യയിൽ 25 ഹൈക്കോടതികളാണ് ഉള്ളത്, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഹൈക്കോടതിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ 25 എങ്ങനെ, നമുക്ക് 28 സംസ്ഥാനങ്ങളുണ്ടല്ലോ അല്ലേ, 8 യൂണിയൻ ടെറിട്ടറികളുമുണ്ട്. പക്ഷേ നമുക്ക് 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളും ഉണ്ടെങ്കിൽ പോലും 25 ഹൈക്കോടതികളേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെയും ജൂറിസ്ഡിക്ഷനിൽ വേറെ ആരൊക്കെയും ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ വളരെ കൃത്യമായി പഠിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ട്രിബ്യൂണൽസ്. അപ്പോൾ ട്രിബ്യൂണൽസും കൂടെ ആകുമ്പോൾ ഈ എപ്പിസോഡ് കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് അടുത്ത എപ്പിസോഡ്. 2020 ചോദ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പരിശോധിക്കുന്ന ട്രിബ്യൂണൽസ് കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ട്രിബ്യൂണൽസിൻ്റെമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിന് ചോദിച്ചാണ്. നല്ല മനോഹരമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പം നമുക്ക് ആർട്ടിക്കിൾ 323A-യും 323B-യും പ്രകാരം നമ്മൾ ട്രിബ്യൂണൽസ് ഫോം ചെയ്തിട്ടുണ്ട്. ഭരണഘടന ഭേദഗതി കൊണ്ടുവന്നാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഭേദഗതിയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഈ ആർട്ടിക്കിൾസ് 323A-യും 323B-യുമാണ്, മനസ്സിലായല്ലോ. ഈ ട്രിബ്യൂണൽസുമായി ബന്ധപ്പെട്ട് KAS ചോദിച്ചൊരു ചോദ്യമാണിത്. എന്താണ് ചോദ്യം? ആസ് റിഗാർഡ്സ് ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ലെജിസ്ലേഷൻസ് ബൈ ട്രിബ്യൂണൽസ്. അതായത് ജുഡീഷ്യൽ അവലോകനം എന്താണെന്ന് അറിയാമല്ലോ. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണോ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് സുപ്രീം കോടതി പരിശോധിക്കുക, അല്ലേ. കോടതി പരിശോധിച്ച് ഇവ ഭരണഘടന വിരുദ്ധമാണെങ്കിൽ അത് അത്തരത്തിലുള്ളൊരു നിയമത്തിനെ റദ്ദ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ജുഡീഷ്യൽ അവലോകനം എന്ന് പറയുന്നത്.
അപ്പോൾ ട്രിബ്യൂണൽസിൻ്റെ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ എന്നാണ് നമുക്ക് പറയാം, നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ട്രിബ്യൂണൽസിൻ്റെ ജുഡീഷ്യൽ റിവ്യൂവിൽ താഴെ പറയിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? 323A 323B പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന ട്രിബ്യൂണൽസിന് നിയമങ്ങൾ, ലെജിസ്ലേഷൻസ്, അതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ റിവ്യൂവിൽ ട്രിബ്യൂണൽസിന് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. Tribunals don't have the power to review the constitutional validity of any legislation. ഒരു ലെജിസ്ലേഷനും ട്രിബ്യൂണൽസിന് ഒരു നിയമത്തിൻ്റെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ ട്രിബ്യൂണലിന് അധികാരമില്ല എന്നാണ് പറയുന്നത്. അധികാരമുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ട്രിബ്യൂണൽസിൽ ഓവർ ലെജിസ്ലേഷൻ, നിയമങ്ങൾക്ക് മേൽ ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള അധികാരമുണ്ട്. 323A പ്രകാരം 23B പ്രകാരം ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ട്രിബ്യൂണൽസിന് അധികാരമുണ്ട്. അപ്പോൾ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ട്രിബ്യൂണൽസ് ഹാവ് ദ പവേഴ്സ് ടു റിവ്യൂ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് ലെജിസ്ലേഷൻസ്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് ഹാവ്, അത് തെറ്റാണ്. താഴെ പറയുന്നു ഹാവ്, അപ്പോൾ അത് ഉറപ്പായിട്ടും ശരിയായിരിക്കും എന്നുള്ളത് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇല്ലേ? സ്വാഭാവികമായിട്ട് നമ്മൾ പരീക്ഷാ ഹാളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിച്ച് പോകുമ്പോഴത്തേ ട്രിബ്യൂണൽസ് ഡോണ്ട് ഹാവ് ദ പവർ ടു റിവ്യൂ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് എനി ലെജിസ്ലേഷൻ. അങ്ങനെ ട്രിബ്യൂണൽസിന് പവർ ഇല്ലാതൊന്നുമില്ല. ഒരു നിയമനിർമ്മാണത്തിന്മേൽ അല്ലെങ്കിൽ ഒരു നിയമത്തിന്മേൽ ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള അധികാരം ട്രിബ്യൂണലിന് ഇല്ലാതെ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥാന്തരമൊന്നുമില്ല. ട്രിബ്യൂണലിന് ആ ഒരു അധികാരമുണ്ട്. അപ്പോൾ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പക്ഷെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നത് എന്താണ്? ട്രിബ്യൂണൽസ് ഹാവ് ദ പവർ ടു റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവായി, മറ്റേ നെഗറ്റീവ് സെൻറ്റൻസായി പോസിറ്റീവ് സെൻറ്റൻസായി വേറെ വ്യത്യാസമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് നമ്മളത് ശരിയാണെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ ഇവിടെ അതല്ല. അതാണ് നമ്മളോട് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നോക്കിയാണ് വാലിഡിറ്റി ഓഫ് ലെജിസ്ലേഷൻസ് എന്ന് കോമൺ ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ട്രിബ്യൂണൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അവരെ ഇപ്പോൾ ഒരു നിയമം കൊണ്ടാണ് ട്രിബ്യൂണൽസ് ഉണ്ടാക്കുന്നത്, മനസ്സിലായല്ലോ. ഇപ്പോൾ ട്രിബ്യൂണൽസ് ആക്ട് പ്രകാരമാണ് ട്രിബ്യൂണൽസിനെ ഫോം ചെയ്യുന്നത്, മനസ്സിലായല്ലോ. പാർലമെൻറ്റ് നിയമം പാസ്സാക്കി ആണ് ട്രിബ്യൂണൽസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അതിന് ആ പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന ആ നിയമത്തെ നമ്മൾ എന്തെന്ന് പറയും, ആ ട്രിബ്യൂണൽ ഉണ്ടാക്കുന്ന പാരൻ്റ് ആക്ട് അല്ലെങ്കിൽ മദർ ആക്ട് എന്നും പറയാം. മാതൃ നിയമം അല്ലെങ്കിൽ പാരൻ്റ്, ആ ഏത് ട്രിബ്യൂണലാണോ അത് ഉണ്ടാക്കിയിരിക്കുന്ന പാരൻ്റ് ആക്ട് ഒഴികെ ഉള്ള നിയമങ്ങൾ മേലെ ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള അധികാരം ട്രിബ്യൂണലിനുള്ളൂ. എക്സെപ്റ്റ് ദ പാരൻ്റ് ആക്ട് ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഫോംഡ് അല്ലെങ്കിൽ ബൈ വിച്ച് ഇറ്റ് ഈസ് ഫോംഡ്, മനസ്സിലായില്ലേ? അണ്ടർ വിച്ച് ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ്, മനസ്സിലായല്ലോ. എക്സെപ്റ്റിംഗ് ദ വാലിഡിറ്റി ഓഫ് ദ പാരൻ്റ് ആക്ട് അണ്ടർ വിച്ച് ദ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ നമ്മളത് വളരെ കൊളോക്കിയലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അമ്മയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ജന്മം നൽകിയ അമ്മ അല്ലെങ്കിൽ രക്ഷകർത്താവ് എന്ന് നമുക്ക് പറയാം, മനസ്സിലായല്ലോ. പാരൻ്റ്, മനസ്സിലായല്ലോ. പാരൻ്റ്, ആ പാരൻ്റ് ആക്ടിന് മേൽ ജുഡീഷ്യൽ റിവ്യൂ പോസിബിൾ അല്ല. മറ്റെല്ലാ ലെജിസ്ലേഷനും മേലും ട്രിബ്യൂണൽസിന് ജുഡീഷ്യൽ റിവ്യൂ പോസിബിളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡി ഒന്ന് നോക്കിയേ. അപ്പോൾ ഇത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലായി. കാരണം അതൊരു ബ്രോഡായിട്ട് വാലിഡിറ്റി ഓഫ് ലെജിസ്ലേഷൻസേ പറയുള്ളൂ, ഈ എക്സെപ്ഷൻ അതിൽ പറയുന്നില്ല. ദ ട്രിബ്യൂണൽസ് ഹാവ് ദ പവർ ടു റിവ്യൂ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് ലെജിസ്ലേഷൻ എക്സെപ്റ്റിംഗ് ദ വാലിഡിറ്റി ഓഫ് ദ പാരൻ്റ് ആക്ട് അണ്ടർ വിച്ച് ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ്. അവരുടെ പാരൻ്റ് ആക്ട് ഏതാണോ, ആ ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന മാതൃനിയമം ഏതാണോ അല്ലെങ്കിൽ ആ പാരൻ്റ് ആക്ട് ഏതാണോ അത് മേൽ ജുഡീഷ്യൽ റിവ്യൂ ഇല്ല. മറ്റെല്ലാത്തിനും ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. അപ്പോൾ അതാണ് ശരി, മനസ്സിലായല്ലോ. ഇനി മേളത്തെ കൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം. ട്രിബ്യൂണൽസ് ഹാവ് ദ പവർ ടു റിവ്യൂ ഉള്ളത് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ അല്ല. സബോർഡിനേറ്റ് ലെജിസ്ലേഷനിലൂടെ നിയുക്ത നിയമനിർമ്മാണത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന റൂൾസ് മാത്രമല്ല, ചട്ടങ്ങൾക്ക് മാത്രമല്ല ട്രിബ്യൂണൽസിന് ജുഡീഷ്യൽ റിവ്യൂ അധികാരമുള്ളത്. എല്ലാത്തിനും ഉണ്ട്, എല്ലാ നിയമങ്ങൾക്കും ഉണ്ട്, ചട്ടങ്ങൾക്ക് മാത്രമല്ല. സബോർഡിനേറ്റ് ലെജിസ്ലേഷനിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് റൂൾസാണ്, മനസ്സിലായല്ലോ. ചട്ടങ്ങളാണ്, നിയമങ്ങളല്ല. നിയമങ്ങളിലും ഉണ്ട്. നിയമനിർമ്മാണ മണ്ഡലങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളിലും
ട്രിബ്യൂണൽസിന് ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. അത് സബോർഡിനേറ്റ് ലെജിസ്ലേഷനിൽ മാത്രമല്ല, അതായത് സബോർഡിനേറ്റ് ലെജിസ്ലേഷനിൽ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ അല്ലെങ്കിൽ റൂളിൽ മാത്രമല്ല ജുഡീഷ്യൽ റിവ്യൂ ഉള്ളത്. നിയമനിർമ്മാണ മണ്ഡലങ്ങൾ ഉണ്ടാക്കുന്ന, മറ്റത് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എക്സിക്യൂട്ടീവാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? നിയമനിർമ്മാണ മണ്ഡലങ്ങൾ ഉണ്ടാക്കുന്ന നിയമത്തിലും ഉണ്ട്, പക്ഷേ ഒരു എക്സെപ്ഷൻ അതിലുണ്ട്. അപ്പോൾ അതും തെറ്റാണ്. ആ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തന്നെ, അതായത് ആ ട്രിബ്യൂണലിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പാരൻ്റ് ആക്റ്റിൽ ജുഡീഷ്യൽ റിവ്യൂ ഇല്ല. അപ്പോൾ ഡി ആണ് ശരി. ആൻസർ ഡി. Tribunals established under 323A, 223B were initially extended to exercise the jurisdiction of High Court. അപ്പോൾ ഹൈക്കോടതി എന്താണ് ഇത് ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് 323Aയും 323B പ്രകാരം ഇങ്ങനെ ഒരു ട്രിബ്യൂണൽസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നെ ഹൈക്കോടതികളിൽ നിന്ന് ഈ പർട്ടിക്കുലർ ജൂറിസ്ഡിക്ഷൻസ് ഒക്കെ മാറ്റുവാൻ വേണ്ടിയായിരുന്നു, എക്സ്ക്ലൂഡഡ് ആയിരുന്നു. മനസ്സിലായല്ലോ? പക്ഷേ however, in the landmark judgment L. Chandrakumar versus Union of India, the Supreme Court clarified. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട വളരെ മേജറായിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ആണ് ചന്ദ്രകുമാർ, എൽ ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1997 എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ സുപ്രീം കോർട്ട് ക്ലാരിഫൈഡ് ദ പൊസിഷൻ എന്താണ്? ട്രിബ്യൂണൽസ് ക്യാൻ എക്സർസൈസ് ജുഡീഷ്യൽ റിവ്യൂ ഓവർ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. നിയമനിർമ്മാണത്തിലൂടെ ഉണ്ടാകുന്ന എന്താണ് ചട്ടങ്ങൾ, റൂളുകളിൽ മേൽ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്, അതായത് ചട്ടങ്ങൾ, നിയന്ത്രണങ്ങൾ, റെഗുലേഷൻ, നോട്ടിഫിക്കേഷൻസ്, വിജ്ഞാപനങ്ങൾ, അതായത് ആക്ടിന് കീഴിൽ വരുന്നതാണ് ഇതൊക്കെ. റൂൾസ്, റെഗുലേഷൻസ്, നോട്ടിഫിക്കേഷൻസ്, ഇതെല്ലാം ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള അധികാരം ട്രിബ്യൂണൽസിന് ഉണ്ടെന്നാണ് എൽ ചന്ദ്രകുമാർ കേസിൽ പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എക്സെപ്റ്റ് ദ പാരൻ്റ് ആക്ട്. എല്ലാ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമം, പാരൻ്റ് ആക്ട് ഒഴികെയുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസും നിയമവും എന്താണ് ചെയ്യാനുള്ളതുണ്ടെന്നതാണ് ഈ കേസിൽ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള അധികാരം ട്രിബ്യൂണൽസിന് ഉണ്ടെന്നുള്ളതാണ് എൽ ചന്ദ്രകുമാർ കേസിൽ സുപ്രീം കോടതി കാണിച്ചത്. ഓക്കെ ഓക്കെ അപ്പോൾ 323A 323B ആണ് എന്നതാണ് ഈ ഭരണഘടനാ പ്രൊവിഷൻസ് ട്രിബ്യൂണൽസുമായി ബന്ധപ്പെട്ട. ഓക്കെ, Tribunals cannot examine the constitutional validity of the Parent Act under which they themselves are created. അത് ഞാൻ പറഞ്ഞതുപോലെ അവരുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരുടെ മാതൃനിയമത്തെ, അവരെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത മാതൃനിയമത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ജുഡീഷ്യൽ റിവ്യൂവിന് അതിൽ അധികാരമല്ല, മറ്റെല്ലാ ലെജിസ്ലേഷൻസിനും മറ്റെല്ലാ ആക്ടുകൾക്കും പറ്റും. The power of judicial review of High Court 226 and the Supreme Court 33 is a part of the basic structure of the Constitution and cannot be excluded. മനസ്സിലായല്ലോ? പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഹൈ കോർട്ട് 226 ആൻഡ് സുപ്രീം കോർട്ട് 32 അല്ലേ. ഇപ്പോൾ 226 പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ മുന്നിൽ വരുന്ന കേസുകളുണ്ട്. മനസ്സിലായല്ലോ? അത് പ്രകാരം നമ്മൾ ഭരണഘടനാപരമായിട്ടാണോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. 226 നമ്മൾ റിട്ട് പഠിക്കുന്നില്ലേ? ഇപ്പോൾ 32 പ്രകാരം ഭരണഘടനാ വിരുദ്ധമായിട്ടാണോ എന്നൊക്കെ എന്ത് ചെയ്യുന്നു? 32 പ്രകാരം ഇപ്പോൾ നിങ്ങൾ റിട്ട് 32 പ്രകാരമുള്ള റിട്ട് ജൂറിസ്ഡിക്ഷൻ, 226 പ്രകാരമുള്ള ഹൈക്കോടതിയുടെ റിട്ട് ജൂറിസ്ഡിക്ഷൻ, ഇതിലെല്ലാം തന്നെ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ നടത്തുന്നുണ്ടല്ലേ കോടതികൾ. അതെന്ന് പറയുന്നത് എന്താണ്? ഈസ് പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി എക്സ്ക്ലൂഡഡ്. അത് മാറ്റാൻ കഴിയില്ല. മനസ്സിലായി? അതായത് ഹൈക്കോടതിയിൽ നിന്ന് എടുത്ത് മാറ്റാൻ കഴിയില്ല. മനസ്സിലായല്ലേ? ഇപ്പോൾ ട്രിബ്യൂണൽസ് കൊണ്ടുവന്നെന്നും പറഞ്ഞ് അതെടുത്ത് മാറ്റാൻ കഴിയില്ല. ഡിസിഷൻസ് ഓഫ് ട്രിബ്യൂണൽസ് ആർ സബ്ജക്ട് ടു റിവ്യൂ ബൈ ദ ഹൈ കോർട്ട്സ്. അതുകൊണ്ട് തന്നെ ട്രിബ്യൂണൽ ഡിസിഷൻസ് എന്ത് ചെയ്യണം? സബ്ജക്ട് ടു റിവ്യൂ ബൈ ദ ഹൈക്കോടതി. ഹൈക്കോടതി അടുത്ത തന്നെ അപ്പീൽ പോകാം നമുക്ക്. കാരണം അത് റിവ്യൂ ചെയ്യേണ്ടത് ഹൈക്കോടതിക്ക് റിവ്യൂവിന് വിധേയമാകും. അപ്പീൽ ഹൈക്കോടതി പോവാം ട്രിബ്യൂണൽ വിധിക്കെതിരെ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ 2020 മറ്റ് ചോദ്യങ്ങൾ, ട്രിബ്യൂണൽസ് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.